ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ രാവിലത്തെയും പിന്നെ ഉച്ചക്കലത്തേക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു 2-3 വിഭവങ്ങളാണേ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് പരിപ്പ് കറി. പരിപ്പ് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പരിപ്പ് കറി ഉണ്ടാക്കും ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ തന്നെ. പക്ഷേ ഇതിനൊരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ പരിപ്പ് സാമ്പാർ പരിപ്പാണേ. സാമ്പാർ പരിപ്പ് തോരപ്പരിപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ആ സാമ്പാർ പരിപ്പ് ഒരു ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. നന്നായിട്ടെന്ന് വെച്ചാൽ ഒരു പച്ചമണം മാറുന്നത് വരെ വറുത്തിട്ട് നന്നായിട്ടത് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് അത് ആദ്യമേ കഴുകരുത്. നമ്മൾ വറുത്തതിന് ശേഷം മാത്രം നമ്മളത് കഴുകിയാൽ മതി. കാരണം ആദ്യമേ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വറുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് ചീനച്ചട്ടിയിലൊക്കെ കരിഞ്ഞു പിടിക്കാനൊക്കെ ഇടയാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വേണ്ട. അപ്പോൾ അതിന് ശേഷം നമുക്ക് കഴുകാം. അത് പിന്നെ വറുത്ത് കോരിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മാറ്റി വെക്കുക. പിന്നെ അപ്പോഴത്തേനും നമുക്ക് ഇതിന് വേണ്ടുന്ന വേറെ കാര്യങ്ങൾ ഇതിനകത്ത് ചേർക്കാൻ വേണ്ട വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അതിന് ശേഷം നമുക്ക് പിന്നെ ഇതിന് ആവശ്യമുള്ളത് സവോള വേണം, പിന്നെ പുളി വേണം, പിന്നെ പുളിയോ അല്ലെന്നുണ്ടെങ്കിൽ തക്കാളി ആയാലും മതി കേട്ടോ. തക്കാളി ആയാലും പുളി ആയാലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു കുക്കർ എടുക്കുക. കുക്കർ എടുത്തിട്ട് അതിനകത്തേക്ക് പരിപ്പിട്ടതിന് ശേഷം അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള എടുത്തിട്ട് അത് നന്നായിട്ട് അരിഞ്ഞ് അതിനകത്തേക്ക് ഇടുക, പരിപ്പിലേക്ക് ഇടുക. കുക്കറിനകത്തേക്ക് ഇട്ടതിന് ശേഷം ചെറിയ കഷ്ണം ഒരു പുളി എന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രം പുളി മതി. തോനെയും പുളിയുടെ ആവശ്യമില്ല പരിപ്പ് കറി ആയതുകൊണ്ട്. ഒരു ചെറിയ ആവശ്യത്തിന് മാത്രം പുളി ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി വേണമെങ്കിലും ഇടാം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഇതിന് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുവന്ന മുളക് വറ്റൽമുളകാണ്. വറ്റൽമുളക് ഇങ്ങനെ ചെറുതായിട്ട് പിന്നെ മുറിച്ച് ഞാനിട്ടു. ഇനി വലുതായിട്ട് ഇതായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. കാരണം ഇത് വെന്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മുറിക്കാതെ വേണമെങ്കിലും ഇടാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ മത്ത് ഇല്ല. മത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൈരൊക്കെ കടഞ്ഞെടുക്കുന്ന തടി കൊണ്ടുള്ളൊരു ഇതുണ്ടല്ലോ, അതെൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയ പീസുകളായിട്ട് മുറിച്ചിടുക. എന്നിട്ട് നമുക്ക് കുറച്ച് ലേശം ഉപ്പും കൂടെ ഒഴിച്ചിട്ട് പിന്നെ കുക്കർ അടച്ച് വെച്ച് ഒരു 2-3 വിസിൽ കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത് ചോറിൻ്റെ കൂടെ ആയാലും പിന്നെ അതേപോലെ ചപ്പാത്തിയുടെ ആയാലും ഒക്കെ നല്ല ടേസ്റ്റുള്ളൊരു പരിപ്പ് കറിയാണ്. ഇത് ആന്ധ്രാക്കാരുടെ ഒരു സ്പെഷ്യൽ കറിയാണ്. കാരണം നമ്മൾ കേരളത്തിൽ ഇങ്ങനെ വറുത്ത് വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തില്ല. ഇനി അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ. പിന്നെ ഇത് ആന്ധ്രയിൽ അവർ ചെയ്യുന്ന രീതിയാണ് ഇത് വറുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ കുക്കർ അടച്ചു വെച്ചു. പിന്നെ ഈ പരിപ്പ് വേവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുക്കറിൻ്റെ മുകളിൽ തിളച്ച് ഊവി വരിക എന്നുള്ളതാണ്. അതിൻ്റെ പതയെല്ലാം കൂടെ തിളച്ച് പൊങ്ങി വരും. പക്ഷെ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് എണ്ണ തടവി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്നത് ഒരു പരിധി വരെ നമുക്ക് മാറ്റാം. ഓക്കെ. അപ്പോൾ ഈ ആന്ധ്രക്കാരൊക്കെ ഉണ്ടാക്കുന്നൊരു ഫുഡാണ് ഇത്. അവരുടെ ഡെയിലി ഭക്ഷണത്തിലുള്ളൊരു കാര്യമാണ് പരിപ്പ്. പരിപ്പ് കറി അവർ പല രീതിയിൽ ഉണ്ടാക്കും. പിന്നെ ഇങ്ങനെ വറുക്കാതെ തന്നെ ഉണ്ടാക്കും, അതേപോലെ വറുത്തിട്ടുണ്ടാക്കും. ഇതിന് വേറൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനകത്ത് വെള്ളം ഞാൻ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തോനെ വെള്ളമില്ല. ഇനി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ വെള്ളം കുറച്ച് ഊറ്റിയെടുത്തിട്ട് ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം.
എന്നാലേ ആ മുളകും പിന്നെ പരിപ്പിനും ഒരു കൊഴുപ്പൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം വറുത്ത പരിപ്പല്ലേ, അപ്പോൾ അത്രയും ഒരു വെന്ത് ഉടഞ്ഞു പോയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്താൽ കുറച്ച് പരിപ്പ് നന്നായിട്ട് കഷ്ണമായിട്ട് ഉണ്ടാവുകയും ചെയ്യും, കുറച്ച് പരിപ്പ് നന്നായിട്ട് ഉടയുകയും ചെയ്യും. അപ്പോൾ ഈ മത്തുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഉടഞ്ഞേനെ. എൻ്റെ കയ്യിൽ മത്തില്ലാത്തത് കൊണ്ടാണേ. അപ്പോൾ പിന്നെ എന്നിട്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഉടച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കടുക് വറയലാണ്. കടുക് വറുക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്, അതിനകത്ത് കടുക്, ഉലുവ, പിന്നെ നല്ല ജീരകം എന്ന് വെച്ചാൽ ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, ഇത് മൂന്നും, പിന്നെ വറ്റൽമുളക്, പിന്നെ കറിവേപ്പില ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ടില്ല. കാരണം ഇത് രാവിലെ 5 മണിക്ക് തൊട്ട് തുടങ്ങുന്ന കാര്യങ്ങളാണ്. കാരണം മോനെ 8 മണിക്ക് പോകണം. അപ്പോൾ അപ്പോഴത്തേന് ഇതെല്ലാം ആവണം. അപ്പോൾ 5 മണിക്ക് ചെയ്യുന്ന പണിയാണ്. അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില ഇല്ലെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, വീട്ടിൽ നിന്ന് ഞങ്ങൾ താമസിക്കുന്നിടത്ത് കുറച്ച് അപ്പുറത്താണ് വീട് പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഉള്ളത് കറിവേപ്പൊക്കെ, അപ്പോൾ അവിടുന്ന് കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് വേണം പിന്നെ കടുക് വറുക്കാൻ. എന്നിട്ട് കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേന് അതിനകത്ത് പിന്നെ വെളുത്തുള്ളി എങ്ങനെയാണെന്ന് വെച്ചാൽ തോല് പൊളിക്കാതെ തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഇടുക. എണ്ണയിലിട്ടതിന് ശേഷം കുറച്ച് സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ, ചെറുതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളത്തിൽ, പിന്നെ കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഈ എണ്ണയിലേക്ക് ഇടുക. എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം അവിടെയാണ് കുറച്ചൊരു നല്ല മണം കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഉപ്പ് നീരായതുകൊണ്ട് ഉപ്പ് നീരൊഴിച്ച്, നിങ്ങൾക്കൊക്കെ പൊടി ഉപ്പ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പൊടി ഉപ്പ് ഇടാം കേട്ടോ. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേനും അതിൽ നിന്ന് നല്ല മണം വരുന്നത്, കടുക് വറുക്കുന്നതിന് നല്ല മണം വരും. അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ കടുക് വറുക്കുന്നതിനൊക്കെ നല്ല സ്മെല്ലാണ് വരുന്നത്. എന്നിട്ട് ഇത് പിന്നെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അതിൻ്റെ കൂടെ തന്നെ ഞാൻ പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ ആ ചീനച്ചട്ടി തന്നെ പയർ അരിഞ്ഞു വെച്ചത്, നീളത്തിന് അരിഞ്ഞു വെച്ച പയറും സവോളയും പച്ചമുളകും കൂടെ ആ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ട് പിന്നെ ഇളക്കി അടച്ചു വയ്ക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഈ മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതും അങ്ങനെ തോനെയും ഇങ്ങനെ കുഴഞ്ഞൊന്നും പോകുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ വേറിട്ട് കിടക്കുന്ന മെഴുക്കുവരട്ടി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച്, തോനെയും വെള്ളമായി പോകരുത്, തോനെയും വെള്ളമായിപ്പോയി കഴിഞ്ഞാൽ വെന്തുടഞ്ഞു പോവും പയർ. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് അത് അടച്ചു വെക്കാം. ഈ പരിപ്പ് കറി, മീൻ കറി, ചിക്കന് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ തന്നെ ഉച്ചക്കലത്തേക്കുള്ള ചോറിനും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നവർക്ക്, ജോലിക്കായിട്ടൊക്കെ പോകുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാവും. പെട്ടെന്ന് നമുക്ക് പണി തീർത്തിട്ട് പെട്ടെന്ന് പോവാനും പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പിന്നെ പരിപ്പ് കറി എടുത്ത് വെച്ചിരുന്നല്ലോ, അതിനകത്ത് വെള്ളമില്ല, പക്ഷേ ഞാൻ കടുവറുത്തൊക്കെ ഇട്ടു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇനി പച്ചവെള്ളം ഒഴിക്കേണ്ട, അതിനകത്ത് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കറി ഒന്ന് ലൂസാക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത്. ആർക്കും അറിയുമോയെന്ന് എനിക്കറിയത്തില്ല, എല്ലാവർക്കും അറിയായിരിക്കാം ചിലപ്പോൾ. അറിയുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിലും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണേ. പിന്നെ ഇതിൻ്റെ കൂടെ ഇപ്പം പരിപ്പ് കറിയും മെഴുക്കുവരട്ടിയും ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ
ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് ഉണക്കമീൻ നല്ല പൊരിച്ചത് കൂടെ കൂട്ടി നല്ല പിന്നെ മട്ടയരിയുടെ കൂടെ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഉണക്കമീൻ ഇഷ്ടമില്ലാത്തവർക്ക് പച്ചമീൻ പൊരിച്ചതായാലും ചിക്കൻ പൊരിച്ചതായാലും അല്ലെന്നുണ്ടെങ്കിൽ ഒരു മുളക് കൊണ്ടാട്ടം അങ്ങനെയൊക്കെ ഉള്ളതായാലും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൈരും ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തൈരും അച്ചാറും പരിപ്പ് കറിയും എല്ലാം കൂടെ ഇട്ട് ഇളക്കിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു റിപ്ലൈ തരണേ. എനിക്ക് ഇന്ന് രാവിലെ ചോറിൻ്റെ ഇപ്പം രാവിലെ ചപ്പാത്തിയുടെ കൂടെ ഈ പരിപ്പ് കറി കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പം മോന് ഇപ്പോൾ സ്കൂളിൽ പോകാൻ നേരം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മോന് പിന്നെ ചപ്പാത്തി പിന്നെ ഈ പരിപ്പ് കറിയും കൂടെ കൂട്ടിയിട്ട് കൊടുക്കും. അതുകൂടാതെ ഉച്ചക്കലത്തേക്ക് മോന് ചോറെടുത്ത് വെക്കുന്നത് ഈ നല്ല നമ്മുടെ വയനാടൻ തൊണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള മട്ടേരി ഉണ്ട്. നല്ല ടേസ്റ്റുള്ള അരിയാണേ വയനാടൻ തൊണ്ടി. അപ്പോൾ അതും നല്ല ചൂട് ചോറും ഈ മെഴുക്ക് പുരട്ടിയും ഈ പരിപ്പ് കറിയും പിന്നെ നല്ല നാരങ്ങ അച്ചാറും പിന്നെ അതേപോലെ തന്നെ മീൻ പൊരിച്ചതും ഇത്രയും കൂടെയാണ് മോന് ഞാൻ ചോറ് കൊടുത്തു വിടുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആണേ. അത് എല്ലാവരും ഒന്ന് നോക്കണം, ഒന്ന് ചെയ്ത് നോക്കണേ. എളുപ്പമുള്ളൊരു ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പമുള്ളൊരു പിന്നെ ഭക്ഷണമാണ് കേട്ടോ. അതേപോലെ തന്നെ മോനെ വിട്ടതിന് ശേഷം വേണം എനിക്കും ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് പിന്നെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ പോകണം. പിന്നെ വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോകണം. അവിടെ ഞങ്ങളുടെ തോട്ടമൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അവിടെ കുറച്ച് പണികളുണ്ട്. പിന്നെ എൻ്റെ ചെടികളുണ്ട്. അവിടെ പോയിട്ട് ആ ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. കാരണം ഞാൻ നാട്ടിൽ പോരുന്നത് കൊണ്ട് 3-4 ദിവസമായി ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട്. ഇടയ്ക്കൊന്ന് മഴ പെയ്തു എന്നാൽ കൂടി പിന്നെ നമ്മൾ നോക്കുന്ന കണക്കാവത്തില്ലല്ലോ. അപ്പം പോയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. പിന്നെ കുറച്ച് തോട്ടത്തിൽ കുറച്ച് പണിയുണ്ട്. ഷോപ്പിൽ പോകണം. അങ്ങനെയൊക്കെ കുറേ പണികളുണ്ട് ഇന്ന്. മോന് 8 മണിക്ക് വണ്ടി വരും. വണ്ടി വന്ന് മോന് വിട്ടിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവരും പോയി. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് വേണം പോകാൻ. അപ്പം എത്ര മണിക്ക് 5 മണിക്ക് എണീറ്റാലേ ഇതെല്ലാം നടക്കുകയുള്ളൂ. ഇല്ലാണ്ട് സമയം കിട്ടത്തില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുക്കിംഗ് മാത്രമല്ലല്ലോ, ക്ലീനിങ് ഉണ്ട്, പിന്നെ തുണി കഴുകലുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ നടക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുക്കിങ്ങുകൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാവും. പിന്നെ ശനിയാഴ്ച ഇപ്പം ലീവുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് വീട്ടിൽ നിന്നിട്ട് പിന്നെ നല്ല സമയമെടുത്ത് കുക്കിങ്ങൊക്കെ ചെയ്യാൻ പറ്റുന്നതാണേ. ഇല്ലാത്ത ദിവസങ്ങളിൽ ഓടി നടന്നുള്ള പണികളായിരിക്കും. അങ്ങനെ മോൻ പോയി. ഇനി ഞാനും റെഡിയായിട്ട് ഞാൻ ഇറങ്ങിയിട്ട് നേരെ ഷോപ്പിൽ പോകണം. ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് നേരം നിന്ന് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ വീട് പണി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഞാൻ ഈ പറഞ്ഞ കണക്ക് കുറേ ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ പട്ടികളുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ കുറേ പണികൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നത് വരെയുള്ള പണികൾ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഈ മഴയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒന്നും ശ്രദ്ധിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഈ ഷോപ്പിൽ വന്നിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ചെടികളും മീനൊക്കെ കുറച്ച് ഗപ്പീസും ഒക്കെ ഉണ്ട് മീനുകൾ.
അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ, അതിന് ഫുഡ് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അവിടെ ഇരുന്ന ചെടികളും കുറച്ച് ദിവസമായിട്ട് ഇപ്പം അവിടെ മഴ പെയ്താലും നനയത്തില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന കുറച്ച് ചെടികളൊക്കെ അതിനും വെള്ളം ഒഴിച്ചു കൊടുക്കണം. 3-4 ദിവസമായി വെള്ളം ഒഴിച്ചിട്ട്. അപ്പം അത്ര വാടിപ്പോയിട്ടില്ല, എന്നാലും പൊടിയൊക്കെ അടിച്ചിട്ടിരിക്കുക. കാരണം ഹൈവേ ആയതുകൊണ്ട് എപ്പോഴും പൊടിയായിരിക്കും. അപ്പം വണ്ടികളെപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ, അപ്പോൾ പൊടിയാണ് ചെടിയിലെല്ലാം. അപ്പോൾ നമ്മൾ ദിവസവും വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലയിലൊക്കെ വെള്ളം തെളിച്ച് കൊടുക്കുമ്പോൾ ആ പൊടിയൊക്കെ അങ്ങ് പോകും. പക്ഷേ കുറച്ച് ദിവസം നമ്മൾ ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ആ പൊടിയെല്ലാം അതിനകത്ത് തന്നെ ഇരിക്കും. ചെടി കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ കുറച്ച് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. അപ്പം ഇന്നിപ്പം ഇവിടം വരെയുള്ള കാര്യങ്ങൾ ഇത്രയും. ഇനി പിന്നെ അടുത്ത പണികൾ വേറെ കിടക്കുന്നതേ ഉള്ളൂ. എന്നാലും കുറച്ച് ചെടികളും കൂടെ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. ഇവിടെ ഉള്ളത് കേട്ടോ, ഇവിടെ ഷോപ്പിലുള്ള ചെടികൾ മാത്രം. കാരണം ഇവിടെ അല്ല ചെടികളുള്ളത്, കൂടുതലും വീട്ടിലാണ് ചെടികളുള്ളത്. എന്നാൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കുറേ ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറേ കൊണ്ടുപോയതിന് ശേഷം ബാക്കിയുള്ള ചെടികൾ, വീട് പണി നടക്കുന്നത് കൊണ്ട് ചെടികളുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് മാറ്റിയും തിരിച്ചും ഒക്കെ ചെടികൾ നമ്മൾ വെക്കുമ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെ. ഇപ്പം നമ്മളെ തന്നെ ഒരു ദിവസം അവിടെ കൊണ്ടുവന്ന് നിർത്തി, ഇവിടെ കൊണ്ടുവന്ന് നിർത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാലും നമുക്കും ബുദ്ധിമുട്ടല്ലേ. അതേപോലെ തന്നെയാണ് ചെടികളുടെ കാര്യവും. നമ്മളെപ്പോഴും അതിനെ ചെന്നിട്ടൊന്ന് തലോടും ഒക്കെ ചെയ്യുമ്പോൾ അതുങ്ങൾക്കും ഒരു സന്തോഷമാണ്, നമുക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ ചെടികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പരിതാപകരമാണ്. അപ്പോൾ മെല്ലെ കൊണ്ട് ചെയ്ത് എടുക്കണം ഇനി എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം, കമൻറ്റും ചെയ്യണേ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.